കൈനില കളക്റ്റീവ് ലൈഫിന്റെ ആഭിമുഖ്യത്തിൽ ചേന്നമംഗലം പാലിയം മുന്തിയത്തുതോപ്പ് പാലമരത്തണലിൽ നടന്ന ത്രിദിന ചിത്ര ശില്പകല ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പ് അവലോകനം ചെയ്തുകൊണ്ട് PH ഹോജിമിൻ, KS സെൽവരാജ്, ശിവദാസൻ PJ എന്നിവർ സംസാരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു ക്യാമ്പ് ഒരു 3 ദിവസമായിട്ട് നടന്നു. ഒരുപാട് കൊടുക്കൽ വാങ്ങൽ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത്. ചിലത് പരിചിതരും അപരിചിതരും ഒക്കെ ആയിട്ടുള്ള വലിയൊരു റിലേഷൻഷിപ്പ് അവിടെ ഡെവലപ്പ് ചെയ്തു. അവിടെ കൂട്ടിക്കെട്ടൽ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടിക്കെട്ടലിനകത്ത് കലയെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാവരും എല്ലായിടത്തും ഒരുമിച്ചുണ്ടായിട്ടുണ്ടാവില്ല. പലമര തണൽ പോലെ വളരെ വ്യത്യസ്തമായിട്ട് സഞ്ചരിച്ചിട്ടൊക്കെയാണ് ഷെയർ ചെയ്ത് വളരെ മനോഹരവും ആധികാരികതയും എന്നാൽ വിശ്വസനീയ യോഗ്യമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇതൊരു വിജയിക്കും എന്ന് വിചാരിച്ചിട്ടല്ല, നേരെ മറിച്ചിട്ട് പരാജയപ്പെടില്ല ഇത്തരം കൂട്ടായ്മകൾ. ഈ സൗഹൃദങ്ങള് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. ഈ ഷൈനാരായണനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷൈനാരായണൻ നമ്മളെപ്പോലെ തന്നെ ഇപ്പോൾ സുഹൃത്തിനെ പോലെയും ശിവദാസനെ പോലെയും അങ്ങനെ അത്രയും ഇതുണ്ടായിരുന്നു. അപ്പൊ ഈ ഓർമ്മ നിലനിർത്തുക എന്ന് പറയുന്നത്, അത് അല്ലെങ്കിൽ ഓർക്കുക എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ടാവുക എന്ന് പറയുന്നൊരു ആവശ്യമുണ്ട് എന്ന് തോന്നുകയല്ല, അത് ശരിക്കും സത്യത്തിൽ അനിൽട്ടിക്കാണ് അത് ഇങ്ങനൊരു ആശയം പറയുന്നത്. സെൽവരാജ് ഇങ്ങനൊരു ഈ സ്പേസിൽ ക്യാമ്പ് നടത്തിയാലോ. അപ്പൊ ഞാനാണ് പറയുന്നത് ഇത് നമ്മുടെ ഷൈനാരായണന്റെ പേരിൽ നടത്തണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഏരിയയിലേക്ക് വരുന്നത്. എന്തുമാത്രം സുഹൃത്തുക്കൾ വന്നു, അല്ലെ, എന്തുമാത്രം സുഹൃത്തുക്കൾ വന്നു, എത്രയെത്ര ആർട്ടിസ്റ്റുമാർ വന്നു. ഇത് പങ്കാളിത്തം നമ്മൾ അങ്ങനെയും അതൊരു ഭയങ്കര രസമല്ലേ. അത് നിസ്സാരമായിട്ട് ഉണ്ടാക്കുന്നതല്ലത്. ഒരു അക്കാദമിക്കൽ അല്ല, ഒരു ലളിതകല അക്കാദമി ഒരു ക്യാമ്പ് നടത്തുന്ന പോലെ അല്ല അത്. നമ്മൾ പരസ്പരം സംസാരിച്ചും പങ്കുവെച്ചും നമ്മുടെ ജീവിത പ്രശ്നങ്ങളും എല്ലാം പങ്കുവെച്ച് പോകുന്ന ഒരു ഇടമായിട്ട് മാറുകയാണ്. അവിടെ കിട്ടുന്ന ഒരു ഊർജം എന്ന് പറയുന്നത് നാളത്തേക്കുള്ള പ്രചോദനമാണ്. കൈനിലയുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അതിന്റെ ഒരു മുന്നോട്ടുള്ള ചലനത്തെ എന്നും അതിന്റെ നേതൃത്വപരമായിട്ടുള്ള പങ്കുവച്ചിട്ടുള്ള, ഇപ്പൊ കൈനില രൂപപ്പെടുന്നതിലും കൈനിലയുടെ എക്സിബിഷൻ നടത്തുന്നതിലൊക്കെ മുൻകൈ എടുത്തിട്ടുള്ള ആൾ. അപ്പോൾ ഒരു പക്ഷിയെ പോലെ ഈ കൂട്ടത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പോകുന്ന ഒരാൾ ആയിരുന്നു ഷൈൻ. അപ്പൊ ആ നിലക്ക് ഷൈൻ നമ്മുടെ ഒപ്പം ഉണ്ടാകുക എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് ഈ ഷൈനുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പ് രൂപപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഈ പലമരത്തണലിൽ നമ്മൾ കൈനിലയുടെ കളക്റ്റീവ് ലൈഫ് എന്ന് പറയുന്ന ആ ബാനറിൽ ഈ ഷൈൻ ഓർമ്മ എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മളിത് സംഘടിപ്പിച്ചത്. ഇതിൽ വിവിധ തലങ്ങളിലുള്ള കലാകാരന്മാരുണ്ട്. അതിൽ ശില്പങ്ങൾ ചെയ്യുന്നവരുണ്ട്, ചിത്രം വരക്കുന്നുണ്ട്. ഇപ്പം ചിത്രം വരക്കുന്നവർ തന്നെ ശില്പം ചെയ്യുന്നുണ്ട്, ചിത്രം വരക്കുന്നവർ ശില്പം. അങ്ങനെ ഒരു നമ്മുടെ കൂട്ടത്തിൽ അല്ലാതെയും വന്നു ചേർന്നിട്ടുള്ള ആൾക്കാരുണ്ട്. വളരെ ആ സൗഹൃദം കൊണ്ട് വന്നിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി സന്ദർശകരുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടികളിലൊക്കെ സഹകരിക്കുന്ന തരത്തിൽ അതിലെ വലിയ ചർച്ചകൾക്ക് വേണ്ടിയുള്ള ഒരു ഇടമായിട്ട് ഇത് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ വളരെ സജീവമായ ഒരു കലാ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. ചർച്ചയായാലും ചിത്രരചനയായാലും സ്കൾപ്ചർ നിർമ്മാണമായാലും സൗഹൃദങ്ങളുടെ ഒരു ഒത്തുചേരലായാലും നാട്ടുകാരും ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ ഷൈൻ്റെ മറ്റു സുഹൃത്തുക്കളും ഇതിനകത്ത് ഭാഗവാക്കായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ ഒരു വളരെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വലിയൊരു ഏരിയ നമുക്ക് പകർന്നു തരുന്നതാണ്. അപ്പോൾ ആ നിലക്ക് കൂടാതെ തന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ കുട്ടികൾ കുറെ ഒരു 12ഓളം കുട്ടികൾ, അവർക്ക് ആ ഒരു പുതിയ തലമുറയായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ, അതിന് മറ്റ് പല ക്യാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട്, മറ്റ് എക്സിബിഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ജനറേഷനെ നമ്മൾ ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ദൗത്യം ഇതിനകത്തുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ അവരും വളരെ സന്തോഷമായിരുന്നു. അവർക്ക് പുതിയ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാനോ അല്ലെങ്കിൽ പുതിയ വരയുടെ ഒരു മേഖല അവർക്ക് പരിചിതമല്ലാത്ത മേഖല, ഒരു അനിമേഷൻ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലും.
അപ്പോൾ അവർക്കും പുതിയ അനുഭവങ്ങൾ പകർന്നു കൊടുക്കാനും ഒക്കെ നമുക്ക് ഈ ക്യാമ്പ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് ഈ ക്യാമ്പ് വളരെ ഉം, എല്ലാവർക്കും സ്വീകാര്യവും എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്നതും കൂടുതൽ പ്രചോദനം നൽകുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇത് മാറുകയാണ്.